ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ മാത്യു കുഴൽനാടൻ എംഎൽഎക്കെതിരെ ഇഡി അന്വേഷണം ആരംഭിച്ചു. റിസോർട്ട് കച്ചവടത്തിലെ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേസ്. കോൺഗ്രസ് എംഎൽഎ ആയ മാത്യു കുഴൽനാടനെ ഇഡി ഉടൻ ചോദ്യം ചെയ്യും. വാർത്തയോടെ വിശദമായ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ചിന്നക്കനാലിലെ റിസോർട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് മാത്യു കുഴൽനാടൻ എംഎൽഎ. 21 പ്രതികളുള്ള കേസിൽ 16-ാം പ്രതിയാണ് കോൺഗ്രസ് എംഎൽഎ ആയ മാത്യു കുഴൽനാടൻ. അതിനിടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് ഇഡി കൂടി ചിത്രത്തിലേക്ക് വരുന്നത്. അതിൻ്റെ പ്രശ്നം ഇങ്ങനെയാണ്: ചിന്നക്കനാൽ വില്ലേജിലെ ഒരു ഭൂമി മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം വാങ്ങുകയും അതിൽ റിസോർട്ട് നിർമ്മിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ 50 സെൻറ്റോളം മിച്ചഭൂമി, സർക്കാർ മിച്ചഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മിച്ചത് എന്ന് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു വിജിലൻസ്. അതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ വിശ്വാസവഞ്ചന, അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളൊക്കെയും വിജിലൻസ് ചുമത്തിയിരുന്നു. അതിൻ്റെ 2ാം ഘട്ടം എന്ന നിലയ്ക്കാണ്, നേരത്തെ ഭൂമി കയ്യേറ്റവും തുടർ നടപടികളുമാണ് വിജിലൻസ് അന്വേഷിച്ചതെങ്കിൽ അതിൻ്റെ 2ാം ഘട്ടം എന്ന നിലയ്ക്ക് ഇഡി ചിത്രത്തിലേക്ക് വരുമ്പോൾ ആ കച്ചവടത്തിലെ സാമ്പത്തിക ഇടപാട്, പണമിടപാടാണ് ഇഡി പരിശോധിക്കുന്നത്. ഇഡി സംശയിക്കുന്നത് ഇതിൽ ചില കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനൊരു കാരണം, ആധാരത്തിൽ വില കുറച്ച് കാണിച്ചിട്ടുണ്ട് എന്ന് ഇഡി സംശയിക്കുന്നു. അപ്പോൾ വില കുറച്ച് കാണിച്ചതിന് പുറമേയുള്ള, ആധാരത്തിൽ കാണിച്ചതിന് പുറമേയുള്ള തുക അത് ക്യാഷായിട്ടായിരിക്കും കൈമാറിയിട്ടുണ്ടാവുക. അങ്ങനെ ക്യാഷായിട്ട് കൈമാറിയിട്ടുള്ള തുക, അതിൻ്റെ സോഴ്സ്, ഉറവിടം മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കേണ്ടി വരും. അതായത് കോടികളുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്, അതിൽ കള്ളപ്പണ ഇടപാടുണ്ട് എന്ന നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തുമ്പോൾ അതൊരു കുരുക്ക് തന്നെയാണ് മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ ആദ്യഘട്ടം അന്വേഷണം ഇഡി പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭൂമി വിൽപ്പന നടത്തിയ, മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള സംഘത്തിന് ഭൂമി വിറ്റ ഒരു വനിത അടക്കമുള്ള 3 പേരെ ഇതിനകം ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എത്ര രൂപയ്ക്കാണ് ഭൂമി വിറ്റത്, എത്ര രൂപ ആധാരത്തിൽ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പണ കൈമാറ്റം നടന്നത്, ലിക്വിഡ് മണി ആയിട്ടാണോ ക്യാഷ് ആയിട്ടാണോ അതോ ത്രൂ ബാങ്കാണോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്യക്തത ഇഡി ഇതിനകം വരുത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന നിഗമനത്തിലേക്ക് ഇഡി എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇഡി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. മാത്യു കുഴൽനാടനെ ഉടൻ ചോദ്യം ചെയ്യും. മാത്യു കുഴൽനാടനെ കൂടാതെ ഈ കേസിൽ മാത്യു കുഴൽനാടനോടൊപ്പം ഭൂമി വാങ്ങിയ ആളുകൾ, മുൻപ് ആ പ്രദേശത്ത് തഹസീൽദാറായിരുന്ന ഷാജി ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ, അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ ചിത്രത്തിൽ വന്ന മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇഡിയുടെ തീരുമാനം. അതിൻ്റെ ഒരു നിർണായകമായൊരു ഘട്ടം എന്ന് പറയുന്നത്, ഇതിൽ കള്ളപ്പണ ഇടപാട് സംശയിക്കുന്നുണ്ട് ഇഡി. അതിൽ കള്ളപ്പണ ഇടപാട് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നാൽ നിർണായക കാര്യങ്ങളിലേക്ക് ഇഡി കടക്കും. കാരണം മാത്യു കുഴൽനാടൻ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഇഡിയുടെ ചോദ്യം ചെയ്യൽ മാത്യു കുഴൽനാടന് നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല.